72-ാം വയസ്സിൽ കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് വള്ളിക്കോട് സ്വദേശിയായ മുരളീധരൻ പിള്ള. അരനൂറ്റാണ്ട് കാലത്തെ ആഗ്രഹ സഫലീകരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. വള്ളിക്കോട് സ്വദേശി മുരളീധരൻ പിള്ളയ്ക്ക് കുട്ടിക്കാലത്ത് തോന്നിയ മോഹമാണ് കഥകളിയോട്. 19-ാം വയസ്സിൽ ജോലിക്കായി ഒഡീഷയിലേക്ക് പോയി. മോഹം അങ്ങനെ മനസ്സിൽ കിടന്നു. ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തി. 2019-ൽ കായികക്ഷമത ഏറെ വേണ്ട പടയണി പരിശീലിക്കാൻ ആരംഭിച്ചു. 2023-ൽ അരങ്ങേറ്റം. പിന്നാലെയാണ് പഴയ കഥകളി മോഹം വീണ്ടും തലപൊക്കിയത്. പടയണി പഠിത്തത്തിന് തുടക്കം കുറിച്ചത് കടമനിട്ട വാസുദേവൻ പിള്ള സാറാണ്. അത് കഴിഞ്ഞ് പ്രസന്നൻ സാറ് ഗുരുവായിട്ട് വന്നു. പിന്നെ കുറേ ഗുരുക്കന്മാർ വന്നിരുന്നു. അവസാനം ഇപ്പോൾ ഗിരീഷ് സാറാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ആഗ്രഹം കൂടിയാണ് ഈ മകൻ പൂർത്തീകരിക്കുന്നത്. അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു മക്കൾ എന്തെങ്കിലും നല്ല കലകളൊക്കെ പഠിക്കണം, പ്രത്യേകിച്ചും കഥകളി പഠിക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാഹചര്യങ്ങൾ കാരണം ഒന്നും നടന്നില്ല. ഇന്നിപ്പോൾ അമ്മ 100 വയസ്സായപ്പോഴും ഭാഗ്യത്തിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് കഥകളിക്ക് പോയത്. വള്ളിക്കോട് തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തിയപ്പോൾ പൂർത്തിയായത് വർഷങ്ങളുടെ കാത്തിരിപ്പാണ്. 51 നീയേ ദേവി ആരാധാര പൊരുളും നീയേ, 23 നീയേ, തിരുവട്ടക്ഷരമെട്ടും നീയേ, 3 നീയേ ദേവി, മുക്കണ്ണൻ മകളായതു നീയേ. ആചാര്യൻ പന്തളം ഉണ്ണികൃഷ്ണാശാന്റെ ശിക്ഷണത്തിൽ 1.5 വർഷത്തോളമായിരുന്നു പരിശീലനം. 72-ാം വയസ്സിലും പ്രായം വെറുമൊരു നമ്പറാണെന്ന് തെളിയിക്കുകയാണ് മുരളീധരൻ പിള്ള. ന്യൂസ് മലയാളം, പത്തനംതിട്ട.